നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയ പോലീസ് നടപടി നിർഭാഗ്യകരമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേക്ക് വിവാദത്തിൽ സുരേന്ദ്രൻ പറഞ്ഞതുതന്നെയാണ് നിലപാട്. തൃശൂർ വേലാവെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയില്ല. ജനങ്ങളുടെ താൽപര്യത്തിനൊപ്പമെന്ന് മാത്രം മറുപടി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കു നേരെ നടന്ന അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തൃശൂരിൽ SYS കേരള യുവജന സമ്മേളനം. നഗരിയെ വിസ്മയിപ്പിച്ച് വീണ്ടും ഒരു ബോൺ നതാലെ. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ആഘോഷത്തിൽ 107 ഇടവകകളിൽ നിന്നായി അണിനിരന്നത് 15,000 ക്രിസ്മസ് പാപ്പമാണ്. വെടിക്കെട്ട് നിയമത്തിന് പിന്നിൽ ശിവകാശി ലോബിയെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ദേവസ്വം വേലയുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്. സുരേഷ് ഗോപി പെസോ ഉദ്യോഗസ്ഥരുമായി യോഗം നടത്തിയത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്നും ദേവസ്വം ഭാരവാഹികൾ. പരുതൂർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷം. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃത്താല MLA കൂടിയായ മന്ത്രിയുടെ അറിവോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള സ്ഥലം മാറ്റമെന്ന് ആരോപണം. UDF മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. തൃശൂർ മേയർ K. സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ VS സുനിൽകുമാറിനെ തള്ളി CPI. സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. അത് CPIയുടെ അഭിപ്രായമല്ല. വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് സുനിൽകുമാർ. പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനങ്ങളിലെ പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വകുപ്പ് മന്ത്രി വഞ്ചിച്ചെന്ന് TGDP സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. സംവരണം ആവശ്യപ്പെട്ട് നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിൽ നിന്ന് സംഘടന പിന്മാറിയത് മന്ത്രിയുടെ ഉറപ്പിൽ. സമരം പുനരാരംഭിക്കും. സമരത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയതായും AN കരിങ്കരപ്പള്ളി. വാടാനംകുറിശ്ശിക്ക് സമീപം +1 വിദ്യാർത്ഥിയായ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് ചെറുപ്പളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുലുക്കലൂർ ചുണ്ടമ്പറ്റ സ്വദേശി ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ബിനുദാസ് ഭാവി വാഗ്ദാനമായിരുന്ന താരം. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ഞളുങ്ങൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തിക്കായി ജനുവരി 2 അർദ്ധരാത്രി മുതൽ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ജനുവരി 4 രാവിലെ 7 മണി വരെ. വാർത്തകൾ വിശദമായി. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയ പോലീസ് നടപടി അത്യന്തം നിർഭാഗ്യകരമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തൃശൂരിലെ കേക്ക് വിവാദത്തിൽ K. സുരേന്ദ്രൻ പറഞ്ഞതുതന്നെയാണ് തൻ്റെയും നിലപാട്. വേല വെടിക്കെട്ട് അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി വ്യക്തമായ മറുപടി നൽകിയില്ല. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ പോലീസ് കരോൾ തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ ആരാധനാലയത്തിനകത്ത് മൈക്ക് ഉപയോഗിക്കുന്നതിന് അനുമതി വേണമോ എന്നായിരുന്നു കേന്ദ്ര സഹമന്ത്രിയുടെ മറുചോദ്യം. അധികാരികളുടെ സൗകര്യത്തിനനുസരിച്ച് പാതിരാ കുർബാന നടത്താൻ ക്രിസ്തുവിന്റെ ജനന സമയം മാറ്റി നിശ്ചയിക്കാൻ കഴിയുമോ എന്ന് ജോർജ് കുര്യൻ ചോദിച്ചു. ആരാധനാലയത്തിനുള്ളിലും കോമ്പൗണ്ടിലും അതിന് പെർമിഷൻ എടുക്കുന്നതായിട്ട് എനിക്കറിയില്ല. ഇതൊരു സ്ഥലത്തല്ലല്ലോ, കേരളത്തിൽ മാത്രമല്ല, ലോകത്ത് മുഴുവനുള്ളതാണ്. അപ്പം അതിന് പ്രാർത്ഥിക്കുന്നതിന് യേശുക്രിസ്തുവിനെ 10 മണിക്ക് മുമ്പ് ജനിപ്പിക്കണമെന്ന്, 8 മണിക്ക് രാവിലെ 6 മണിക്ക് ശേഷം ജനിപ്പിക്കണമെന്നുള്ള ഒരു നിയമമോ നടപടിയോ ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയണം. യേശുക്രിസ്തു 12 മണിക്ക് ജനിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അധികാരികൾ വ്യക്തമായിട്ട് പറയണം. അത്രേ എനിക്ക് പറയാനുള്ളത് ഇതിനെപ്പറ്റി. കേക്ക് വിവാദത്തിൽ സുരേന്ദ്രൻ പറഞ്ഞതുതന്നെയാണ് തൻ്റെയും നിലപാടെന്ന് ജോർജ് കുര്യൻ വ്യക്തമാക്കി. അതേസമയം വേല വെടിക്കെട്ട് അനുമതി നിഷേധിച്ച സംഭവത്തിൽ കേന്ദ്ര നിയമത്തിൽ ഇടപെടുമോ എന്നതിൽ വ്യക്തതയില്ലാത്ത മറുപടിയാണ് സഹമന്ത്രി നൽകിയത്. ജനങ്ങൾക്കൊപ്പമെന്ന് മാത്രമായിരുന്നു ജോർജ് കുര്യന്റെ മറുപടി. അത് ഇവിടെയുള്ള നമ്മുടെ പാർട്ടിയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതിനെപ്പറ്റി ഞാൻ അതിനെപ്പറ്റി പഠിച്ചിട്ടില്ല. കേന്ദ്ര നിയമം ആയതുകൊണ്ട് എനിക്കറിയില്ലാത്ത എനിക്ക് പറയാൻ സാധിക്കില്ല. ഇവിടുത്തെ മാനസികാവസ്ഥ എന്താണെന്ന് ജനങ്ങളുടെ കൂടെയാണല്ലോ നിൽക്കേണ്ടത്. സാധാരണ രീതിയിൽ ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന രീതിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ.
ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തൃശൂരിൽ SYS കേരള യുവജന സമ്മേളനത്തിന്റെ ഉദ്ഘാടന വേദിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പാലക്കാട്ട് ക്രിസ്മസ് ആഘോഷത്തിന് തയ്യാറാക്കിയ പുൽക്കൂട് നശിപ്പിച്ച സംഭവം അപലപനീയമാണെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടരുത്. നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാവരും വിട്ടുനിൽക്കണം. ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതാന്തരീക്ഷം ഉറപ്പാക്കണമെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഉൾപ്പെടെ ന്യൂനപക്ഷമാണെങ്കിൽ ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം ന്യൂനപക്ഷമാണ്. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ഇന്ത്യ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. ലോകത്തെവിടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്നാണ് നിലപാട്. വർഗീയതയും വിദ്വേഷവും പടർത്താൻ ബോധപൂർവമായ ശ്രമങ്ങളുണ്ട്. അതിന് ആരും വളം വെച്ചു കൊടുക്കരുത്. കേരളത്തിലെ ബഹുഭൂരിഭാഗം ജനങ്ങളും മതേതരമായി ചിന്തിക്കുന്നവരാണെന്നും കാന്തപുരം ചൂണ്ടിക്കാട്ടി. ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ഒരു സ്ഥലം തീ കൊടുത്ത് ചുട്ടതായി ഇന്നലെ റിപ്പോർട്ട് വന്നു. ആരാണ് ചുട്ടത് എന്ന് നമുക്കറിയില്ല. നമ്മളതിൽ തീരുമാനവും എടുക്കുകയില്ല. ഏതായിരുന്നാലും അത്തരം പ്രവർത്തനങ്ങളൊന്നും ഒരു സമയത്തും എവിടെയും ഉണ്ടാകാൻ പാടില്ല. അവരുടെ ആരാധനകളും അവരുടെ ചിട്ടകളും അവർ കൊണ്ടു നടക്കുന്നു. നമ്മുടെ ആചാരങ്ങളും നമ്മുടെ ചിട്ടയും നമ്മൾ കൊണ്ടു നടക്കുന്നു എന്നല്ലാതെ ഒരിക്കലും നാം എന്തെങ്കിലും ശക്തി ഉപയോഗിച്ച് അത്തരം ആശയങ്ങളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കാൻ പാടില്ല. ഇതാണ് നമ്മുടെ പ്രഖ്യാപനം. പ്രമുഖ അമേരിക്കൻ പണ്ഡിതൻ യഹിയ റോഡ്സ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ജമാഅത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി പ്രാർത്ഥന നടത്തി. SYS സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ത്വാഹ തങ്ങൾ തഖാഫി അധ്യക്ഷത വഹിച്ചു. റവന്യൂ മന്ത്രി K രാജൻ, ബെന്നി ബെഹനാൻ MP, പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി, വണ്ടൂർ അബ്ദുൾ റഹ്മാൻ ഫൈസി, M മുഹമ്മദ് സഖാഫി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പരുതൂർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥ സ്ഥലമാറ്റം വികസനത്തിന് തടസ്സമാവുകയാണെന്ന് UDF. ഉദ്യോഗസ്ഥരെ അടിക്കടി സ്ഥലം മാറ്റുന്നതിൽ പ്രതിഷേധിച്ച് UDF മെമ്പർമാരും നേതാക്കളും പാലക്കാട്ട് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. 12ാമത്തെ തവണയാണ് പരുതൂർ പഞ്ചായത്തിലെ സെക്രട്ടറിയെ സ്ഥലം മാറ്റുന്നത്. 2 മാസം മുമ്പ് മാത്രം ചാർജെടുത്ത സെക്രട്ടറിയെയും അസിസ്റ്റന്റ് സെക്രട്ടറിയെയും യാതൊരു കാരണവുമില്ലാതെ സ്ഥലം മാറ്റിയെന്ന് UDF ആരോപിച്ചു. പഞ്ചായത്തിലെ ജനകീയ പദ്ധതികളെ ഇല്ലാതാക്കി UDF ഭരണസമിതിക്കെതിരെ ജനരോഷമുണ്ടാക്കാനായി തദ്ദേശ വകുപ്പ് മന്ത്രി ഇടപെട്ടാണ് അനധികൃത സ്ഥലമാറ്റം നടക്കുന്നതെന്ന് UDF മെമ്പർമാരും നേതാക്കളും ആരോപിച്ചു. ഗ്രാമപ്രദേശങ്ങളിലെ വികസനത്തെ തുരങ്കം വയ്ക്കുന്ന മന്ത്രിയാണ് തദ്ദേശ മന്ത്രി. തൃത്താലക്കാരെ മന്ത്രി അപമാനിക്കുകയാണ്. ഉദ്യോഗസ്ഥ ഒഴിവുകൾ നികത്തി പദ്ധതികൾ അംഗീകരിച്ചില്ലെങ്കിൽ പഞ്ചായത്തിലെ ജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രതിഷേധക്കാർ വ്യക്തമാക്കി. വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാമെന്ന് പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടർ ഉഷ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ഇങ്ങനെ പദ്ധതികളൊക്കെ വളരെ സ്പീഡിലാക്കുമ്പോൾ ഇതിനെ താളം തെറ്റിക്കുക എന്നുള്ളത് ഇവിടുത്തെ CPM-ന്റെയും മന്ത്രിയുടെയും ഉദ്ദേശമാണ്. പക്ഷെ ആ ഉദ്ദേശത്തിന് എന്തിനു ഉദ്യോഗസ്ഥന്മാരെ തിരിയുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് ചൂട്ടുപിടിക്കാൻ പാടില്ല, നിങ്ങൾ ഇതിന് ഭാഗമാക്കാൻ പാടില്ല. നന്നായി വർക്ക് ചെയ്യുന്ന പഞ്ചായത്തുണ്ടെങ്കിൽ ആ പഞ്ചായത്തിനെ പ്രോത്സാഹിപ്പിക്കണം. ഒരു പഞ്ചായത്തിലില്ല ലൈഫ് ഭവന പദ്ധതി ഞങ്ങൾ 452 വീട് കൊടുത്തു കഴിഞ്ഞു. ഈ ഭരണസമിതിയുടെ കാലം കഴിയുമ്പോഴേക്ക് ലിസ്റ്റിലുള്ള മുഴുവൻ പേർക്കും വീട് കൊടുക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞ ഞങ്ങൾ നിറവേറ്റും. പക്ഷെ നിറവേറ്റാൻ ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ മാറ്റിമറിക്കുന്നതിലൂടെ കഴിയില്ല എന്നായിരിക്കാം ഭരണകൂടം വിചാരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഭരണകൂടത്തിന്റെ വെറും വ്യാമോഹം മാത്രമാണ്. ഞങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, മെമ്പർമാരായ NP ഹസൻ, അബി എടമന, അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, സൗമ്യ സുരേഷ്, AK അലി, UDF നേതാക്കളായ ഖാലിദ് തൃത്താല, PK ചേക്കുട്ടി, രാമദാസ് പരുതൂർ എന്നിവർ ഉപരോധ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വെടിക്കെട്ട് നിയമത്തിന് പിന്നിൽ ശിവകാശി ലോബിയെന്ന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ. പ്രതീക്ഷിച്ച പോലെ ദേവസ്വം വേലയുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് പറഞ്ഞു. എല്ലാ നിയമവഴിയും തേടും. സുരേഷ് ഗോപി പെസോ ഉദ്യോഗസ്ഥരുമായി നല്ല ഉദ്ദേശത്തോടെയാണ് യോഗം നടത്തിയതെങ്കിലും വിപരീത ഫലമാണ് ഉണ്ടായതെന്നും G രാജേഷ് പറഞ്ഞു.
പ്രതീക്ഷിച്ചതുപോലെ വേലയുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചു എന്നായിരുന്നു പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി രാജേഷിന്റെ പ്രതികരണം. പുതിയ ഗസറ്റ് നിയമത്തിന്റെ ഭാഗമാണിത്. സുരേഷ് ഗോപി പെസോ ഉദ്യോഗസ്ഥരുമായി യോഗം നടത്തി. നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു അത്. എന്നാൽ നേർവിപരീതമായ വിധിയാണ് ഉണ്ടായത്. ശിവകാശി ലോബി വെടിക്കെട്ട് കൈയടക്കാൻ ശ്രമിക്കുന്നു. തന്നെയും ഇവർ സമീപിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അവരെ അനുകൂലിക്കാറില്ല. വെടക്കാക്കി തനിക്കാക്കുക എന്ന രീതിയുണ്ടോ എന്ന സംശയമുണ്ട്. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും. എല്ലാ നിയമവഴിയും തേടുമെന്നും ദേവസ്വം സെക്രട്ടറി പറഞ്ഞു. നമ്മൾ കേന്ദ്ര സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യും, നിയമ വഴികൾ നോക്കും, എല്ലാ വഴിക്കും ഇതെങ്ങനെയാണ് നടത്തുക എന്നുള്ളതിനെക്കുറിച്ച്. ഇത് തൃശ്ശൂരിൽ മാത്രം ഒതുങ്ങുന്നൊരു പ്രശ്നമില്ല. ഇത് നെമ്മാറ, വെല്ലങ്കി, അതുപോലെ തന്നെ ഉത്രാളിക്കാവ്, പല സ്ഥലങ്ങളിലും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സർക്കാർ എന്നുള്ള നിലയ്ക്ക് സർക്കാർ ഇതിനെ നിലനിർത്തിക്കൊണ്ടുപോകണം. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നൊരു ഫീൽഡാണ്. കോടികളുടെ ബിസിനസ്സുകളാണ്, തൊഴിൽ അവസരങ്ങളിലാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. വാടാനംകുറിശ്ശിക്ക് സമീപം വിദ്യാർത്ഥി ട്രെയിൻ തട്ടി മരിച്ചു. ചെർപ്പളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥി കുലുക്കലൂർ ചുണ്ടമ്പറ്റ കരിയാട്ടിൽ കളം എസ് ബിനുദാസാണ് മരിച്ചത്. കുലുക്കലൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ P രജനിയുടെയും വാസുവിൻ്റെയും ഇളയ മകനാണ് ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണ്ണ മെഡൽ നേടിയിരുന്നു. മേയർ K സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് മുൻമന്ത്രി VS സുനിൽകുമാർ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. സുരേന്ദ്രൻ തൻ്റെ വീട് സന്ദർശിച്ചതും താൻ സുരേന്ദ്രൻ്റെ വീട് സന്ദർശിച്ചതും സൗഹൃദം. എന്നാൽ സുരേന്ദ്രൻ മേയറുടെ വീട്ടിൽ പോയത് നിഷ്കളങ്കമായി കാണുന്നില്ലെന്നും സുനിൽകുമാർ തൃശ്ശൂരിൽ പറഞ്ഞു. അല്ല, അതിൽ കാര്യമില്ല. അവരത് അവരുടെ മേയർ എന്നുള്ളെങ്കിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അത് തമ്മിൽ ബന്ധമൊന്നുമില്ല. എന്തായാലും ഞാനിനി അതുമായി ബന്ധപ്പെട്ടതിന് മറുപടി ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഇന്നലെ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇനി അതിനെപ്പറ്റി ആരെന്തൊക്കെ പറഞ്ഞാലും അതിന് മറുപടി പറഞ്ഞ് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് അത് ഞാൻ അവിടെ അവസാനിപ്പിക്കും. VS സുനിൽകുമാറിനെ തള്ളി CPI. മേയർ K സുരേന്ദ്രൻ കേക്ക് മുറി വിഷയത്തിൽ VS സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നും ഇത് CPIയുടെ അഭിപ്രായമല്ലെന്നും ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പ്രതികരിച്ചു. മേയർ K സുരേന്ദ്രൻ കേക്ക് മുറി വിഷയവുമായി ബന്ധപ്പെട്ട് VS സുനിൽകുമാർ അത്തരമൊരു പ്രതികരണം നടത്തേണ്ടിയിരുന്നില്ലെന്ന് CPI തൃശൂർ ജില്ലാ സെക്രട്ടറി KK വത്സരാജ് പറഞ്ഞു. സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ്. CPIയുടെ അഭിപ്രായം അതല്ല. ആഘോഷവേളകളിലെ സന്ദർശനത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല. LDF തീരുമാനങ്ങൾക്ക് അനുസൃതമായാണ് കോർപ്പറേഷൻ ഭരണം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. നിലവിൽ മറ്റ് പ്രശ്നങ്ങളില്ലെന്നും KK വത്സരാജ് പറഞ്ഞു. അല്ല, നമ്മുടെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. അല്ല, സുനി വ്യക്തിപരമായ കാര്യമായിട്ടേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ, അല്ലാതെ പാർട്ടി അങ്ങനെ ഒരു നിലപാടെടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് സംവരണം ഏർപ്പെടുത്താമെന്ന പട്ടികജാതി വകുപ്പ് മന്ത്രിയുടെ വാഗ്ദാനം വഞ്ചനയായിരുന്നുവെന്ന് DGDP സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. ഇടത് സർക്കാർ നിയമനങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും AN കരിങ്കരപ്പള്ളി പാലക്കാട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പട്ടികജാതി ഫണ്ട് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ച പാലക്കാട് മെഡിക്കൽ കോളേജിലെ നിയമനങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത് രാഷ്ട്രീയ താൽപ്പര്യമാണെന്ന് AN കരിങ്കരപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് പട്ടികജാതി ഫണ്ട് ഉപയോഗിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. നിയമനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് 70% സംവരണം ഏർപ്പെടുത്തുമെന്ന് ഉമ്മൻചാണ്ടി പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് വന്ന ഇടതു സർക്കാർ നിയമനങ്ങളിൽ ഉൾപ്പെടെ അനധികൃതവും രാഷ്ട്രീയവുമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. നിയമനങ്ങളിലെ പട്ടികജാതി സംവരണം പാലിക്കാത്തതിനെ തുടർന്നാണ് DGDP അനിശ്ചിതകാല സമരം ആരംഭിച്ചത്. ജോലി സംവരണ പ്രശ്നം പരിഹരിക്കാമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. മന്ത്രിയുടെ ഓഫീസ് നടത്തിയത് വഞ്ചനയാണെന്ന് തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരം പുനരാരംഭിക്കുന്നതെന്ന് AN കരിങ്കരപ്പള്ളി പറഞ്ഞു. സമരം ആരംഭിക്കുന്നതിന് മുന്നോടിയായി മുഖ്യമന്ത്രി, പട്ടികജാതി വകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ, മെഡിക്കൽ കോളേജ് ഡയറക്ടർ എന്നിവർക്ക് നോട്ടീസ് നൽകിയെന്നും അദ്ദേഹം അറിയിച്ചു.
ആ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ എന്തു മറുപടി തരുന്നുവോ ആ മറുപടിക്ക് അനുസരിച്ചുകൊണ്ടുള്ള പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റത്തിലേക്ക് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ദിവസം നിശ്ചയിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾ ശക്തമായ ഒരു മനുഷ്യച്ചങ്ങ തീർക്കുകയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ പട്ടികജാതിവർഗ സമൂഹത്തെ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് അവരെയും കൂടെ രംഗപ്രവേശനം നടത്തുന്ന ഒരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്ന ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഈ നിവേദനം സമർപ്പിക്കാൻ ഇന്ന് കലക്ടർക്കും ഡയറക്ടറും സമർപ്പിക്കുന്നു. ഇതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പട്ടികജാതി വികസന വകുപ്പ് മന്ത്രിക്കും ഇതിലെ പരാതി നിവേദനങ്ങൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പ്രസിഡന്റ് വിനോദ് കുമാർ, സെക്രട്ടറി സുജാത മണികണ്ഠൻ, വി ശിവൻ, കെ ഹരിദാസ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ നഗരത്തെ ചുവപ്പണിയിച്ച് ബോൺ നതാലെ. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ആഘോഷത്തിൽ 107 ഇടവകകളിൽ നിന്നായി 15,000 ക്രിസ്മസ് പാപ്പാമാരാണ് അണിനിരുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിസ്മസ് ഘോഷയാത്രയായി ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ബോൺ നതാലയിൽ 60 അടിയിലേറെ ഉയരമുള്ള ചലിക്കുന്ന ഏദൻ തോട്ടവും വയനാട് ദുരന്തം ഉൾപ്പെടെയുള്ള 21 നിശ്ചല ദൃശ്യങ്ങളുമാണ് ആകർഷകമായത്. വൈകിട്ട് 5ഓടെ തൃശൂർ സെൻറ് തോമസ് കോളേജ് പരിസരത്തു നിന്നാണ് ക്രിസ്മസ് ഘോഷയാത്ര ആരംഭിച്ചത്. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും മേയർ MK വർഗീസും ചേർന്ന് ഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. സ്വരാജ് റൗണ്ടിൽ പ്രവേശിച്ച ക്രിസ്മസ് ഘോഷയാത്ര വർണ്ണം വിതറിയ വെളിച്ചത്തിന് കീഴിൽ നഗരത്തെ മണിക്കൂറുകളോളം കീഴടക്കി. ഇരുപത്തിയൊന്നോളം ഫ്ലോട്ടുകൾക്കിടയിലൂടെയാണ് 15,000-ൽ പരം പാപ്പ വേഷധാരികൾ ആടിപ്പാടി ആഘോഷമാക്കിയത്. തൃശൂർ അതിരൂപതയിലെ 107 ഇടവകകളിൽ നിന്നുള്ള ചുവന്ന വസ്ത്രങ്ങളണിഞ്ഞ് തൂവെള്ളത്താടിയുമായി ബലൂണുകൾ ഉയർത്തിയും ആടിപ്പാടിയും നീങ്ങിയ പാപ്പമാരും നൃത്തമാടിയെത്തിയ മാലാഖ കുട്ടികളും സ്വരാജ് റൗണ്ടിൻ്റെ ഇരുവശവും നിറഞ്ഞ കാണികൾക്ക് കാഴ്ചയുടെ കൗതുകം പകർന്നു. ബോൺ നതാലെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഗതാഗത ക്രമീകരണവും ഡ്രോൺ നിരോധനമടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും പ്രത്യേക പട്രോളിങ്ങും പോലീസ് ഏർപ്പെടുത്തിയിരുന്നു. ബോൺ നതാലെ സംഘങ്ങൾ സ്വരാജ് റൗണ്ട് ചുറ്റി 8 മണിയോടെയാണ് പരിപാടി അവസാനിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കോട്ടായി കീഴത്തൂരിൽ ഗുണ്ടാ ശൈലിയിൽ ആക്രമണം നടത്തിയ 6 പേരെ പോലീസ് പിടികൂടി. തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ നിന്നാണ് കോട്ടായി പോലീസ് പ്രതികളെ പിടികൂടിയത്. രാത്രിയിൽ വീട്ടിൽ കയറി ഗുണ്ടാ സ്റ്റൈലിൽ ആക്രമണം നടത്തുകയും 8ഓളം വാഹനങ്ങൾ അടിച്ചു തകർത്ത കേസിലെ പ്രതികളെയാണ് കോട്ടായി പോലീസ് പിടികൂടിയത്. കോങ്ങാട് പൂളയ്ക്കൽ 30 വയസ്സുള്ള ശ്യാംപ്രകാശ്, മണ്ണൂർ പള്ളിപ്പടി കിഴക്കുംപുറം കരുകൻ പാറപ്പറമ്പിൽ 23 വയസ്സുള്ള മുഹമ്മദ് അമീർ, കൊടിന്തിരപ്പള്ളി മണപ്പുള്ളി 37 വയസ്സുള്ള പറമ്പിൽ മുഹമ്മദ് റാഫി, കാടൂർ മാമ്പറ വീട്ടിൽ 23 വയസ്സുള്ള സാഗർ, കടമ്പഴിപ്പുറം കളരിക്കൽ 34 വയസ്സുള്ള വൈശാഖ്, കാടൂർ ഷഫാസ് മൻസിൽ 23 വയസ്സുള്ള ഫാസിൽ എന്നിവരെയാണ് കോട്ടായി സർക്കിൾ ഇൻസ്പെക്ടർ സിജോ വർഗീസിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ഇനി 4 പ്രതികളെ കൂടി പിടിക്കാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഡിസംബർ 21 ശനിയാഴ്ച പുലർച്ചെ 3:30 കോട്ടായി കീഴത്തൂർ പള്ളിമുക്ക് കരിയാട്ടുപറമ്പ് മൻസൂറിന്റെ വീട്ടിലാണ് ഇവർ ആക്രമണം നടത്തിയത്. വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ, കാർ, ട്രാവലർ, 4 ബൈക്കുകൾ എന്നിവയാണ് ഇവർ തകർത്തത്. സുഹൃത്തിന്റെ വിവാഹത്തിന് വാടകയ്ക്കെടുത്ത ഡ്രസ് കോഡുമായി ബന്ധപ്പെട്ട് മൻസൂറിന്റെ സഹോദരൻ മുബാറക് 600 രൂപ ഡ്രസ് കോഡിന്റെ വാടക നൽകിയില്ലെന്ന തർക്കമാണ് ആക്രമണത്തിനു കാരണമായി പറയുന്നത്. പ്രതികളെ പിടികൂടിയ സംഘത്തിൽ കോട്ടായി പോലീസ് SI ബിനു, സീനിയർ പോലീസ് കോൺസ്റ്റബിൾമാരായ ശിവകുമാർ, കൃഷ്ണദാസ്, ദിലീപ്, വിനു, വിഗീഷ് എന്നിവരുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തിക്കായി ജനുവരി 2 അർദ്ധരാത്രി മുതൽ റൂട്ടിൽ ഗതാഗത നിയന്ത്രണമുണ്ടാകും. പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി IPT വരെയാണ് പാത നവീകരണം. പട്ടാമ്പി നിള ആശുപത്രി മുതൽ IPT വരെയുള്ള പാത നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. ഇതിനകം പലയിടത്തും ആദ്യഘട്ട ടാറിംഗ് പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ മെറ്റലിംഗ് പൂർത്തിയാക്കിയ സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ഭാഗത്താണ് ടാറിംഗ് നടത്തേണ്ടത്. ഇതിനായി പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ജനുവരി 2 പുലർച്ചെ 1 മണി മുതൽ 4 രാവിലെ 7 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്ന്
അധികൃതർ അറിയിച്ചു. പാലക്കാട് ഭാഗത്തു നിന്ന് പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്ത് നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് വല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്കും തിരിച്ചും പോകണം. പാലക്കാട് ഭാഗത്തു നിന്ന് ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചു പോകേണ്ടതാണെന്ന് PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. പട്ടാമ്പി ടൗണിലെ പ്രവർത്തനങ്ങളും മഞ്ഞളങ്ങൽ പാടം ഭാഗത്തെ പ്രവർത്തനങ്ങളും ഉടൻ ആരംഭിക്കും. ആകെ 14.4 കിലോമീറ്റർ ദൂരമാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുക. BM&BC നിലവാരത്തിലാണ് പാത നിർമ്മാണം. ഇതിനായി കിഫ്ബിയിൽ നിന്ന് 86 കോടി രൂപയാണ് ചെലവഴിക്കുക. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. നെൽ കർഷകരോടുള്ള സംസ്ഥാന സർക്കാർ അവഗണന അവസാനിപ്പിക്കണമെന്ന് കുഴൽമന്ദം ബ്ലോക്ക് പാടശേഖര സമിതി. അവഗണനയിൽ പ്രതിഷേധിച്ച് കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിലേക്ക് കർഷകർ മാർച്ച് നടത്തി. കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിലെ 7 പഞ്ചായത്തുകളിൽ നിന്നായി 100 കണക്കിന് കർഷകരാണ് പ്രതിഷേധ സമരത്തിൽ അണിനിരുന്നത്. കുളവൻമുക്ക് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കുഴൽമന്ദം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിന് മുന്നിൽ സമാപിച്ചു. സംഭരിച്ച നെല്ലിൻ്റെ വില ഉടൻ വിതരണം ചെയ്യുക, നെല്ലിൻ്റെ വില 40 രൂപയായി വർദ്ധിപ്പിക്കുക, വന്യമൃഗശല്യത്തിൽ നിന്ന് കർഷകരെയും കാർഷിക മേഖലയെയും രക്ഷിക്കുക തുടങ്ങി 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. കൃഷിവകുപ്പിൽ നിന്ന് വിരമിച്ച ഡെപ്യൂട്ടി ഡയറക്ടർ M. മുകുന്ദനുണ്ണി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. മറ്റുള്ള സ്റ്റേറ്റുകളിൽ പോലെ കേരളത്തിലും ഒരു മാർക്കറ്റിംഗ് ഡയറക്ടറേറ്റ്, അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് ഡയറക്ടറേറ്റ് എന്ന് പറയും, റെഗുലേറ്റഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. അതൊന്നും ഒരു ഉദ്യോഗസ്ഥന്മാരുടെ സംഘടനയോ മറ്റോ വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. കർഷക സംഘടനകളോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് കുറച്ചുകൂടിയിട്ട് കടന്ന് ചിന്തിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ മാത്രമേ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതൊരു പോളിസി മേക്കിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മറ്റുള്ള സ്റ്റേറ്റുകളിൽ എന്തിനാണ് ഈ ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ്? കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ K. A. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. RKMS ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് KV ബിജു മുഖ്യപ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ MC മുരളീധരൻ, PR കരുണാകരൻ, സജീഷ് കുത്തനൂർ, S. അതിരഥൻ, M. രഘു, V. രവീന്ദ്രൻ, സുരേഷ് കുമാർ, K. ശിവാനന്ദൻ, KC അശോകൻ, ശെൽവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചുമൂർത്തി പൊതുകുളം ചണ്ടിയും പുല്ലും നിറഞ്ഞ് നശിക്കുന്നു. കുളത്തിൻ്റെ നാശത്തിൻ്റെ വക്കിലായ കുളത്തെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. ആളുകൾക്ക് കുളിക്കാനും അലക്കാനുമൊക്കെയായി വർഷങ്ങളോളം ഉപയോഗിച്ച കുളമാണ് ഇന്ന് നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്നത്. ഒരാൾ ഉയരത്തിൽ പുല്ലും കുളം നിറയെ ചണ്ടികളുമാണ്. 1 ഏക്കർ വിസ്തൃതിയുള്ള കുളത്തിൽ ഇഷ്ടാനുസരണം വെള്ളവുമുണ്ട്. സമീപത്തെ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്കും കാർഷിക ആവശ്യത്തിനും ഈ കുളത്തിലെ വെള്ളത്തെ ആശ്രയിക്കാറുണ്ട്. ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുത്ത് എത്രയും വേഗം കുളത്തിനെ ഉപയോഗപ്രദമാക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം. പക്ഷേ ഇന്ന് കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. 300ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാണ് ഈ ജലസ്രോതസ്. ഇത് 1 ഏക്കർ 10 സെൻറ്റ് സ്ഥലത്തിലാണ് ഈ കുളം നിലനിൽക്കുന്നത്. ദൈനംദിനം കുളി, അലക്ക് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ്. മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വെള്ളം അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ, അവനവൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ഒരു ഗതികേട് ഈ നിവാസികൾക്ക്, സ്ഥലനിവാസികൾക്ക് വന്നു ഭവിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് വനിതാ വിംഗ് രൂപീകരിച്ചു. KVBES പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ യൂണിറ്റ് രൂപീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി വ്യാപാര ഫൗണ്ടേഷനിൽ നടന്ന വനിതാ വിംഗ് കൺവെൻഷൻ ഉദ്ഘാടനവും ഇൻഷുറൻസ് പദ്ധതിയുടെ ഉദ്ഘാടനവും ബാബു കോട്ടയിൽ നിർവഹിച്ചു. എങ്ങനെ കടം വാങ്ങണമെന്ന് പോലും നമുക്കറിയില്ല. കടം വാങ്ങുന്നത് എങ്ങനെയെന്ന് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കച്ചവടം നടത്തേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ പഠനങ്ങൾ നിങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്കതിൻ്റെ പ്ലാറ്റ്ഫോമാണ്, അതിനൊരു വേദിയാണ്. അത്തരം പഠനങ്ങളെ നിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുമെന്നത് നിങ്ങൾ സ്വയം പഠിക്കാൻ തയ്യാറാകുന്ന അത്തരം പഠനത്തിന് പുതിയ വേദികൾ ഉണ്ടാക്കുക എന്നതാണ് ഈ സംഘടന കൊണ്ട് നാം ലക്ഷ്യമിടുന്നത്. ചടങ്ങിൽ പുതുവർഷ കലണ്ടർ, കേക്ക് വിതരണം എന്നിവയും നടന്നു.
വനിതാ വിംഗ് യൂണിറ്റ് പ്രസിഡന്റായി ഷീല പ്രസാദിനെയും ജനറൽ സെക്രട്ടറിയായി ശാന്തിനിയെയും ട്രഷററായി UP റംലയെയും തെരഞ്ഞെടുത്തു. കൺവെൻഷനിൽ ഗിരീഷ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസ്, R സന്തോഷ്, KA അബുലൈസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. KJU ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. മണപ്പുറം ഗ്രൂപ്പ് CEO VP നന്ദകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ ഫോട്ടോഗ്രാഫർ അവാർഡ് നേടിയ മണി ചെറുതുരുത്തിയെ ആദരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KJU സംസ്ഥാന സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജോസ് മാവേലി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ NP ഉദയകുമാർ, സംസ്ഥാന ട്രഷറർ EK രാജീവ്, ബാബു തോമസ്, ബിജോയ് പെരുമാട്ടിൽ, CS സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സ്വാഗത സംഘം ചെയർമാൻ ജോസ് താടിക്കാരൻ സ്വാഗതവും ട്രഷറർ KR മധു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. MT വാസുദേവൻ നായരെ അനുസ്മരിച്ച് ജന്മനാടായ കൂടല്ലൂർ കൂട്ടക്കടവിൽ നടന്ന അനുസ്മരണ യോഗത്തിൽ ഷൊർണൂർ MLA P മമ്മിക്കുട്ടി, തൃത്താല മുൻ MLA VT ബൽറാം തുടങ്ങിയവർ പങ്കെടുത്തു. കൂടല്ലൂർ ഗ്രാമത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ MTയെ ജന്മനാട്ടിൽ കഴിഞ്ഞ ദിവസമാണ് അനുസ്മരിച്ചത്. MTയുടെ വേർപാട് കൂടല്ലൂർ ഗ്രാമത്തെ ഏറെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. മൗനജാഥയോടെയാണ് കൂടല്ലൂരുകാർ അനുസ്മരണ ചടങ്ങിനെത്തിയത്. കൂട്ടക്കടവിലായിരുന്നു അനുസ്മരണ ചടങ്ങ്. P മമ്മിക്കുട്ടി MLA MTയെ അനുസ്മരിച്ചു. MT വാസുദേവൻ നായരെ സംബന്ധിച്ചുള്ള ഒരറിവും പൊതുവായിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ധാരണയൊക്കെ ഉണ്ടായിരുന്നു. 1980 ശേഷമാണ് അദ്ദേഹത്തെ നേരിട്ട് കാണുവാൻ അദ്ദേഹത്തിൻ്റെ അനുജനായിരുന്നു നമ്മുടെ മകനാണ് MT രവീന്ദ്രൻ നമ്മുടെ ബാങ്കിൻ്റെ, ഞാൻ ബാങ്കിൻ്റെ പ്രസിഡന്റായി വന്നപ്പോൾ രവിയേട്ടനായിരുന്നു അന്ന് സെക്രട്ടറി. അപ്പം അന്ന് ഈ നിക്ഷേപ സമാഹരണവും ഒക്കെ ബന്ധപ്പെട്ട കാര്യം നടക്കുമ്പോൾ ഈ നിക്ഷേപത്തിന് ആളുകളെ കാണുമ്പോൾ ആ കൂട്ടത്തിൽ ഇദ്ദേഹത്തെയും കാണാറുണ്ട്. കാരണം ഇന്നത്തെ മാതിരി ഒന്നല്ല, അന്ന് 10,000 രൂപ കിട്ടണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരുന്നു. MTയുടെ രചനകളിൽ കൂടല്ലൂരുകാരെല്ലാം ഉണ്ടായിരുന്നുവെന്നും ഈ നാടിന്റെ എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹമെന്നും മുൻ MLA VT ബൽറാം അനുസ്മരിച്ചു. ആനക്കര പഞ്ചായത്ത് പ്രസിഡന്റ് K മുഹമ്മദ്, KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് VP റജീന, T ഹമീദ്, സ്വാലിഹ്, ES ഗോവിന്ദൻ, സജിത തുടങ്ങിയവർ MTയെ അനുസ്മരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ജനുവരി 4 തിരുവനന്തപുരത്ത് നടക്കുന്ന സ്കൂൾ കലോത്സവത്തിന് സ്വാഗത നൃത്തവുമായി ചെറുതുരുത്തി കലാമണ്ഡലം. കാവാലം ശ്രീകുമാർ ചിട്ടപ്പെടുത്തിയ 9.5 മിനിറ്റുള്ള സ്വാഗതഗാനത്തിൻ്റെ നൃത്തച്ചുവടുകൾക്ക് കലാമണ്ഡലം കൂത്തമ്പലത്തിൽ തുടക്കം കുറിച്ചു. കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികളും തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ 11 വിദ്യാർത്ഥികളും അടങ്ങുന്ന 30 അംഗ സംഘമാണ് സ്വാഗത നൃത്തം അവതരിപ്പിക്കുക. ഒപ്പം കഥകളി, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, മാർഗംകളി, തിരുവാതിരക്കളി, ഒപ്പന, ദഫ്മുട്ട തുടങ്ങിയ കലാരൂപങ്ങളും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗത ചടങ്ങിന് മാറ്റുകൂട്ടും. ഒരുക്കങ്ങൾക്ക് കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി ഡോക്ടർ രജിത V, നൃത്ത അധ്യാപിക കലാമണ്ഡലം P ലജിക എന്നിവർ നേതൃത്വം നൽകുന്നു. സംസ്ഥാന യോജനോത്സവത്തിൽ അവതരിപ്പിക്കുന്ന അവതരണ ഗാനത്തിൻ്റെ നൃത്തം ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലാമണ്ഡലത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട്. അതുപോലെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഒരു 11ഓളം കുട്ടികളും കൂടിയിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ എല്ലാ കലാരൂപങ്ങളും, അതായത് ഇവിടെ പഠിപ്പിക്കുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന കലാരൂപങ്ങളെയൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഏകദേശം ഒരു 9.5 മിനിറ്റാണ് ഈ അവതരണ ഗാനത്തിൻ്റെ ദൈർഘ്യം. അതിൽ കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം, കുച്ചിപ്പുടി, അതുപോലെ കളരിപ്പയറ്റ്, അറപ്പനമുട്ട്, മാർഗംകളി, ഒപ്പന, തിരുവാതിരക്കളി, അങ്ങനെ എല്ലാ വിവിധ കലാരൂപങ്ങൾ ഉൾച്ചേർത്തിട്ടാണ് ഇതിൻ്റെ കൊറിയോഗ്രാഫി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കലാസ്നേഹികളുടെ കേരളത്തിൽ ഒഡീസി പോലുള്ള നൃത്തരൂപങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണെന്ന് കഥക് നർത്തകി മധുലിത മോഹപത്ര. കേരളകലയായ മോഹിനിയാട്ടത്തിൽ പരീക്ഷണങ്ങളേറെ നടക്കുന്നുണ്ടെന്ന് നർത്തകി പാർവതി. പാലക്കാട് പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. സംഗീതം കൊണ്ടും അവതരണം കൊണ്ടും കഥക്കിന് ആസ്വാദന നിലകൾ ഏറെയാണ്. കഠിനമായ പരിശീലനത്തിനൊപ്പം പുതിയ പ്രമേയങ്ങൾ കണ്ടെത്താനും കൂടി നർത്തകർ ശ്രമിക്കുന്നുണ്ട്. രാമായണവും സീതയുടെ ഭൂതകാലവും രാവണൻ്റെ സംവാദവും ഉൾപ്പെടുത്തിയ കഥയാണ്
പുതിയതായി അവതരിപ്പിക്കുന്നത്. പുതിയ പ്രമേയങ്ങൾ കണ്ടെത്തുന്നതോടെ പുതിയ ശൈലികളും വന്നുചേരും. എന്നാൽ കഥക്കിൻ്റെ അടിസ്ഥാന രീതി കൈവിടാറില്ലെന്നും മധുലത മോഹപത്ര പറഞ്ഞു. കലാരൂപങ്ങളെ തിരിച്ചറിയണമെങ്കിൽ വിവിധ കലകളെ ഉൾപ്പെടുത്തുന്ന വേദികൾ അനിവാര്യമാണെന്ന് മോഹിനിയാട്ട നർത്തകി പാർവതി പറഞ്ഞു. മോഹിനിയാട്ടത്തിൽ ഇന്ന് ഏറെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്. ഇത് ഗുണകരമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഇപ്പൊ ഞാൻ ഒരു 10-15 വർഷം മുമ്പ് അശ്വതി ശ്രീകാന്ത് എന്ന് പറയുന്ന കോംബോ അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവര് ചെയ്ത, എനിക്ക് തോന്നുന്നു അവരുടെ ഫസ്റ്റ് ഡുവറ്റ്, വൺ ഓഫ് ദി ഡുവറ്റ് ഷോസ് വന്നത് സ്വരലയാണ് അവർക്ക് ആ സ്റ്റേജ് കൊടുത്തത്. അന്ന് സത്യം പറഞ്ഞാല് MT സാറിന്റെ മകൾ എന്ന രീതിയിലല്ലാതെ നമ്മളാരും അങ്ങനെ ഒരു പ്രോമിനന്റ് സ്റ്റേജിൽ അശ്വതിനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അശ്വതി മാനെ കണ്ടു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ആ സ്റ്റേജിൽ അവർ വന്നു. ഇന്ന് ഈ വർഷവും അവർ പെർഫോം ചെയ്തു എന്ന് പറയുമ്പോൾ അന്ന് ചിലപ്പോ അവരെക്കാളും ഒരുപാട് സീനിയേഴ്സിന്റെ കൂടെ ആയിരുന്നിരിക്കണം അവരന്നത് തുടക്കം ഇട്ടിട്ടുണ്ടാവുക. ഇന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ദേ ആർ കൺസിഡേർഡ് വൺ ഓഫ് ദ വെരി പ്രോമിനന്റ് ഡുവറ്റ് ആയിട്ടുള്ള ഒരു കപ്പിളായിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഒരു സ്റ്റാർട്ട് ആവശ്യമാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ദേശീയ കഥകളി മഹോത്സവത്തിന് ചെറുതുരുത്തി നിള ക്യാമ്പസിൽ തിരിതെളിഞ്ഞു. പത്മശ്രീ കലാമണ്ഡലം ഗോപി കഥകളി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. അതായത് അത്രയ്ക്ക് മൗലികമായിട്ടാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അപ്പോ അതിനെ സംബന്ധിച്ച് ഈ എല്ലാവർക്കും ഇതൊരു മതിപ്പായിട്ടുള്ള കാര്യമാണ്, സന്തോഷമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതേമാതിരി തന്നെ വേറൊരു കാര്യമുള്ളത്, ഇന്ന് നമ്മുടെ നാടിനെ അങ്ങേയറ്റം വളർത്തിക്കൊണ്ടുവന്ന, മലയാളത്തിലെ അങ്ങേയറ്റം വളർത്തിക്കൊണ്ടുവന്ന മലയാള ഭാഷയ്ക്ക് വ്യക്തമായ ഒരു രൂപം കൊടുത്ത സംഘാടക സമിതി അംഗം വി മുരളി അധ്യക്ഷത വഹിച്ചു. കൂടാതെ ചെറുതുരുത്തി കഥകളി സ്കൂൾ നൽകി വരുന്ന പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കളിയച്ചൻ പുരസ്കാരം കഥകളി ആചാര്യൻ MPS നമ്പൂതിരിക്കും, നവജീവൻ പുരസ്കാരം മുതിർന്ന മാധ്യമപ്രവർത്തകൻ MP സുരേന്ദ്രനും, ഗുരുപൂജ പുരസ്കാരങ്ങൾ ചുട്ടി കലാകാരി കലാമണ്ഡലം ബാർബറ വിജയകുമാറിനും, കഥകളി വേഷം കലാകാരൻ കലാമണ്ഡലം കേശവൻ നമ്പൂതിരിക്കും നൽകി. കൂടാതെ കഥകളി സ്കൂളിൽ അഭ്യസിപ്പിച്ച പെൺകുട്ടികളുടെ കഥകളി അരങ്ങേറ്റവും കർണാടക സംഗീത അരങ്ങേറ്റവും ചെണ്ട വിഭാഗങ്ങളുടെ അരങ്ങേറ്റവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ തനിമ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ 3ാമത് അഖില കേരള ഷോർട്ട് ഫിലിം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തനിമ ഹാളിൽ സിനിമാതാരം ശശി കുളപ്പുള്ളി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. പണ്ടൊക്കെ നമുക്കറിയാം, ഒരു സിനിമ റിലീസായി കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു പല തരത്തിലുള്ള ആസ്വാദകരാണല്ലോ. കാരണം ഇപ്പോൾ മാർക്കോ കണ്ട പ്രേക്ഷകൻ ചിലപ്പോൾ ബറോസ് കാണുമ്പോൾ ഏതെങ്കിലും ഒന്നായിരിക്കും അവന് ഇഷ്ടപ്പെടുക. പക്ഷെ അത് അവന് കാണാനും അതിൻ്റെ അഭിപ്രായം പറയാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും അതിന്റെ അണിയറ പ്രവർത്തകർ പേടിക്കുകയാണ്. കാരണം യൂട്യൂബേഴ്സ് എന്ത് പറയും, ഇതിനെ എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത്, ഇല്ലെങ്കിൽ അവരുടെ വിലയിരുത്തൽ എങ്ങനെയാണ്, അവരെ ആശ്രയിച്ചുകൊണ്ട് ഒരു സിനിമാ മേഖല കടന്നു പോകുന്നു എന്നുള്ളതാണ് വലിയ സത്യം. ചടങ്ങിൽ തനിമ പ്രസിഡന്റ് PP ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MC ശങ്കരൻ സ്വാഗതം പറഞ്ഞു. റംല ഇക്ബാൽ, K നിഷ, V സുധീർ കുമാർ, P മധുസൂദനൻ, BP അബ്ദുൾ അസീസ്, CR ദിനേശ്, K സുരേഷ്, KG സുനീഷ്, പ്രകാശൻ ചുനങ്ങാട്, P അബ്ദുൾ അസീസ്, KM അനിൽകുമാർ, CV മോഹൻദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കായി നടത്തിയ മത്സരത്തിൽ പാലക്കാട് അഹല്യ പബ്ലിക് സ്കൂൾ ജേതാക്കളായി. 10,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റുമാണ് സമ്മാനം. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അഗളി, ഹയർ സെക്കൻഡറി സ്കൂൾ മെമുണ്ട വടകര, ഹയർ സെക്കൻഡറി സ്കൂൾ അനങ്ങനടി എന്നീ സ്കൂളുകൾ പ്രോത്സാഹന സമ്മാനമായ 5,000 രൂപയും ട്രോഫിയും സർട്ടിഫിക്കറ്റും നേടി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സംസ്ഥാന വ്യാപകമായി കതിർ ആപ്പിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മങ്കര ഗ്രാമപഞ്ചായത്തിലെ കർഷകയായ PK പ്രഭലോചനയെ കൃഷിഭവൻ, മങ്കര ഗ്രാമപഞ്ചായത്ത് എന്നിവ സംയുക്തമായി ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഉദ്ഘാടനം ചെയ്തു. 2024 ഓഗസ്റ്റ് 17 കർഷക ദിനത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ കർഷക ആപ്പിന് രൂപം നൽകിയത്. കർഷക ആപ്പിൽ നിന്നും രജിസ്റ്റർ ചെയ്യുന്ന കർഷകരിൽ നിന്നും സംസ്ഥാന തലത്തിൽ 5 കർഷകരെയാണ് ഓൺലൈൻ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് 25,000 രൂപയുടെ സമ്മാന വൗച്ചർ ആണ് നൽകുന്നത്. മങ്കര ഗ്രാമപഞ്ചായത്തിലെ
PK പ്രബലോചനയ്ക്കാണ് സർക്കാരിന്റെ പാരിതോഷികം ലഭിച്ചത്. മങ്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പ്രബലോചനയെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് പൊന്നാടയും ഗിഫ്റ്റ് വൗച്ചറും നൽകി ആദരിച്ചു. ഒരു അവാർഡ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? നമ്മുടെ വാർഡിലെ അവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ആ കാര്യത്തില് നമ്മൾ വളരെയധികം സന്തോഷവാനാണ്. കാരണം എന്താ വെച്ചാൽ 25,000 രൂപ ഉറുപ്പ്യയിലല്ലല്ലോ വില, 25,000 രൂപയ്ക്കുള്ള കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള വൗച്ചറാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ചടങ്ങ് കൂടിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ആ കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് എനിക്കറിയില്ല. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ മുകുന്ദകുമാർ പദ്ധതി വിശദീകരണം നടത്തി. കൃഷി അസിസ്റ്റന്റ് C ദേവദാസ്, പാടശേഖര സമിതി സെക്രട്ടറി KC രതീഷ്, KM മുരളീധരൻ, പ്രിയ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാടാനംകുറിശി ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1987-88 SSLC ബാച്ചിന്റെ സംഗമം നടന്നു. തുടർച്ചയായ 3ാമത്തെ വർഷമാണ് ബാച്ചിന്റെ സംഗമം സംഘടിപ്പിക്കുന്നത്. വീണ്ടും ഒരു ഒത്തുചേരലിന് വാടാനംകുറിശി ഹൈസ്കൂൾ സാക്ഷിയായി. 1987-88 SSLC ബാച്ചിന്റെ സംഗമത്തിൽ മുൻ അധ്യാപകരെ ആദരിച്ചു. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങളും സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങളിലും എന്നും കൂടെ ഉണ്ടാകുക എന്നത് ഈ ബാച്ചിന്റെ ലക്ഷ്യമാണ്. 1987-88 ബാച്ചിലെ വിദ്യാർത്ഥിയും ഇപ്പോൾ വാടാനംകുറിശി ഹൈസ്കൂളിന്റെ പ്രധാന അധ്യാപികയുമായ ഗീത ടീച്ചറുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കുട്ടനും സംഘവും അവതരിപ്പിച്ച പ്രാർത്ഥനയോടെയാണ് തുടങ്ങിയത്. വന്ദനം ജഗദീശ്വര, ശുഭ നന്മകൾ പാരിനേകണേ. വന്ദനം ജഗദീശ്വര, ശുഭ നന്മകൾ പാരിനേകണേ. ചിന്തയിലെന്നും അരയെണ്ണ പിട പോലെ കുണുങ്ങി നീ നടക്കും. അരളിപ്പു മിഴി കൊണ്ടു കവിതകൾ കുറിക്കും. അതു കണ്ടൻ മനസ്സാകെ പതയ്ക്കും. അരയെണ്ണ പിട പോലെ കുണുങ്ങി നീ നടക്കും. അരളിപ്പു മിഴി കൊണ്ട് കവിതകൾ കുറിക്കും. അതുകൊണ്ട് മനസ്സാകെ പതയ്ക്കും. കരുമിഴിയുടെ നോട്ടം കണ്ടാൽ കരളാകെ കനലാട്ടം. പെണ്ണെ അടിവച്ചു കുഴഞ്ഞടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാരിൽ മിന്നാട്ടം. NR അനിൽകുമാർ, ബാലമുരുകൻ, ശ്രീദേവി സുനന്ദ എന്നിവർ സംസാരിച്ചു. എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും തണലായിക്കൊണ്ട്, നമുക്ക് തണൽ നൽകിക്കൊണ്ട് ഇവിടെ ഇതിന് അടുത്ത് നിൽക്കുന്ന ഈ വൃക്ഷങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മണികണ്ഠൻ, പ്രകാശൻ, കുമാരൻ, മോമാലി തുടങ്ങിയിട്ടുള്ള ആ കുട്ടികളെ, ആ പ്രിയപ്പെട്ട കുട്ടികളെ, അവരുടെ സംഭാവനയാണ് എന്നും നമുക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന ഈ ഒങ്ങിൻ മരങ്ങളെ. ഈ ഒങ്ങിൻ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക മാത്രമല്ല, വെച്ച് പിടിപ്പിച്ച് അതിനെ എല്ലാ ദിവസവും നനയ്ക്കേണ്ട ചുമതല വളരെ കൃത്യമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. വിഭവസമൃദ്ധമായ സദ്യയും തുടർന്ന് കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്തിരിപ്പാല ഗവൺമെന്റ് ഹൈസ്കൂളിൽ 1982-83 SSLC ബാച്ചിന്റെ സംഗമം നടന്നു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്കൂൾ സ്ഥാപകൻ NP ദുർഗാദത്തൻ നമ്പൂതിരിക്കും ഓർമ്മത്തണൽ ഒരുക്കി. പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്കും സ്കൂൾ സ്ഥാപകൻ NP ദുർഗാദത്തനും ഓർമ്മത്തണലൊരുക്കി മാതൃകയായി. പ്രതിമകളെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കുക എന്ന ആശയത്തിന് എല്ലാവരും ഒപ്പം നിന്നു. ഏകദേശം 50,000 രൂപ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയിൽ നിന്നും കണ്ടെത്തിയാണ് പദ്ധതി നിർവഹിച്ചത്. 1982-83 സ്കൂൾ ലീഡറായിരുന്ന അൻവർ ഹുസൈൻ്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ ഓർമ്മത്തണൽ സ്കൂളിനായി സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പുതുപരിയാരം GLP സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PR ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, വാർഡ് മെമ്പർ ഗംഗാധരൻ, SMC ചെയർമാൻ K ശിവരാമൻ, MPTA വൈസ് പ്രസിഡന്റ് രഞ്ജിഷ്മ, ക്ലസ്റ്റർ കോർഡിനേറ്റർ രാംദേവ്, ഹെഡ്മാസ്റ്റർ സുധീർ, മാനേജർ K ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അറബി അധ്യാപകനായിരുന്ന അഷ്റഫ് മാസ്റ്റർക്ക് യാത്രയപ്പും ഉപഹാരവും നൽകി. സബ് ജില്ലാ ശാസ്ത്രകലാമേളയിലെ സബ് ജില്ലാ വിജയികൾക്ക് സമ്മാനദാനവും നടന്നു. PTA പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സ്വാഗതവും
സ്റ്റാഫ് സെക്രട്ടറി സ്മിത എം മാത്യു നന്ദിയും പറഞ്ഞു. നമ്മുടെ ക്രിസ്മസ് ദിനം നമ്മുടെ സഹോദരത്തിൻ്റെയും സമത്വത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉള്ള ഒരു പുണ്യദിനം. അതിനുള്ള എല്ലാ ആശംസകളും വരാൻ പോകുന്ന പുതുവത്സരത്തിലേക്കുള്ള ആശംസകളും നേരുന്നു. ഞാനെൻ്റെ ദൗത്യത്തിലേക്ക് കിടക്കട്ടെ. നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബിന്ദു അവരുടെ സ്ഥലത്തില്ല. എല്ലാവരും തിരക്ക് ബോർഡ് മീറ്റിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ഈ തിരക്കിലും നമ്മുടെ സ്കൂളിലേക്ക് ഈ പരിപാടി എന്നല്ല ഏത് പരിപാടികളിലും പഞ്ചായത്തിലെല്ലാവരും വളരെ സന്തോഷത്തോടെ എത്തിച്ചേരുന്നു. അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന് നന്ദി അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായി ഡിസംബർ 29 വൈകിട്ട് 6 മണിക്ക് അയ്യപ്പൻ തീയാട്ട് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ നാരായണൻ നമ്പൂതിരി, നീലമന പരമേശ്വരൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിൽ കളം പൂജയും നടക്കും. അയ്യപ്പൻ തീയാട്ടിനോടനുബന്ധിച്ച് ഈടും കൂറും കളപ്രദക്ഷിണവും ഉണ്ടാകുമെന്നും തീയാട്ടി രംഗത്തെ അതിപ്രഗത്ഭരായ ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലെ തീയാടി ജയചന്ദ്രൻ നമ്പ്യാർ, പെരുമ്പിലാവ് കേശവൻകുട്ടി നമ്പ്യാർ എന്നീ പ്രശസ്ത കലാകാരന്മാർ നേതൃത്വം നൽകും. വാദ്യകുലപതി കല്ലൂർ രാമൻകുട്ടിമാരാർ, കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, കല്ലേക്കുളങ്ങര ബാബു എന്നിവരുടെ ഡബിൾ കേളിയും അരങ്ങേറും. 1008 നാളികേരം മുടക്കൽ തുടങ്ങിയ വിവിധ വഴിപാടുകളും ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. എക്സിക്യൂട്ടീവ് ഓഫീസർ രഘുനാഥ്, മേൽശാന്തി നീലമന പരമേശ്വരൻ നമ്പൂതിരി, രവീന്ദ്രൻ, അച്യുതൻകുട്ടി, നന്ദകുമാർ, ജയപ്രകാശ്, സോമസുന്ദരൻ, രാജീവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ശ്രീ മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ പുതുതായി പുനഃപ്രതിഷ്ഠ നടത്തിയ ശ്രീധർമ്മശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ മണ്ഡല മഹോത്സവത്തിൻ്റെ ഭാഗമായി തീയാട്ട് മഹോത്സവം നടക്കുകയാണ്. വളരെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ മാത്രം നടന്നു വരുന്ന തീയാട്ട് മഹോത്സവം നമ്മുടെ ക്ഷേത്രത്തിൽ നടത്താൻ കഴിയുന്നത് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും ഒരു വലിയ വിജയമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആദ്യമായി മാങ്കുറിശ്ശി ഭഗവതി ക്ഷേത്രത്തിൽ നടത്തുന്ന ഈ തീയാട്ട് മഹോത്സവത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. പാലയൂർ സെന്റ് തോമസ് പള്ളിയിൽ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെടുത്തിയ പോലീസ് നടപടി നിർഭാഗ്യകരമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. കേക്ക് വിവാദത്തിൽ സുരേന്ദ്രൻ പറഞ്ഞതുതന്നെയാണ് നിലപാട്. തൃശൂർ വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത് സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി വ്യക്തമായ ഉത്തരം നൽകിയില്ല. ജനങ്ങളുടെ താൽപര്യത്തിനൊപ്പമെന്ന് മാത്രം മറുപടി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കു നേരെ നടന്ന അതിക്രമങ്ങൾ അപലപനീയമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. തൃശൂരിൽ SYS കേരള യുവജന സമ്മേളനം. നഗരിയെ വിസ്മയിപ്പിച്ച് വീണ്ടും ഒരു ബോൺ നതാലെ. അതിരൂപതയും പൗരാവലിയും ചേർന്ന് നടത്തിയ ആഘോഷത്തിൽ 107 ഇടവകകളിൽ നിന്നായി അണിനിരന്നത് 15,000 ക്രിസ്മസ് പാപ്പമാണ്. വെടിക്കെട്ട് നിയമത്തിന് പിന്നിൽ ശിവകാശി ലോബി എന്ന പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ. ദേവസ്വം വേലയുടെ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ്. സുരേഷ് ഗോപി പെസോ ഉദ്യോഗസ്ഥരുമായി യോഗം നടത്തിയത് നല്ല ഉദ്ദേശത്തോടെയാണെങ്കിലും വിപരീത ഫലമാണ് ഉണ്ടാക്കിയതെന്നും ദേവസ്വം ഭാരവാഹികൾ. പരുതൂർ പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ നിരന്തരം സ്ഥലം മാറ്റുന്നതിനെതിരെ പ്രതിഷേധവുമായി ഭരണപക്ഷം. UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തൃത്താല MLA കൂടിയായ മന്ത്രിയുടെ അറിവോടെ മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള സ്ഥലം മാറ്റമെന്ന് ആരോപണം. UDF മെമ്പർമാരും നേതാക്കളും പഞ്ചായത്ത് ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ചു. തൃശൂർ മേയർ K. സുരേന്ദ്രൻ കേക്ക് വിഷയത്തിൽ VS സുനിൽകുമാറിനെ തള്ളി CPI. സുനിൽകുമാറിൻ്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്ന് CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. അത് CPIയുടെ അഭിപ്രായമല്ല. വിഷയത്തിൽ കൂടുതൽ വിവാദത്തിനില്ലെന്ന് സുനിൽകുമാർ. പാലക്കാട് മെഡിക്കൽ കോളേജ് നിയമനങ്ങളിലെ പട്ടികജാതി സംവരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വകുപ്പ് മന്ത്രി വഞ്ചിച്ചെന്ന് TGDP സംസ്ഥാന പ്രസിഡന്റ് AN കരിങ്കരപ്പള്ളി. സംവരണം ആവശ്യപ്പെട്ട് നടത്തിവന്ന അനിശ്ചിതകാല സമരത്തിൽ നിന്ന് സംഘടന പിന്മാറിയത് മന്ത്രിയുടെ ഉറപ്പിൽ. സമരം പുനരാരംഭിക്കും. സമരത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നോട്ടീസ് നൽകിയതായും AN കരിങ്കരപ്പള്ളി. വാടാനംകുറിശ്ശിക്ക് സമീപം +1 വിദ്യാർത്ഥിയായ വെയ്റ്റ് ലിഫ്റ്റിംഗ് താരം ട്രെയിൻ തട്ടി മരിച്ചു. മരിച്ചത് ചെർപ്പുളശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി കുലുക്കലൂർ ചുണ്ടമ്പറ്റ സ്വദേശി ബിനുദാസ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഇത്തവണ വെയ്റ്റ് ലിഫ്റ്റിംഗിൽ സ്വർണം നേടിയ ബിനുദാസ് ഭാവി വാഗ്ദാനമായിരുന്ന താരം.
പട്ടാമ്പി കുളപ്പുള്ളി റോഡ് നവീകരണം പുരോഗമിക്കുന്നു. മഞ്ഞളുങ്ങൽ മേഖലയിൽ ടാറിംഗ് പ്രവൃത്തിക്കായി ജനുവരി 2-ന് അർദ്ധരാത്രി മുതൽ റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ജനുവരി 4-ന് രാവിലെ 7 മണി വരെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.